നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റീൽസ് അയച്ചു തന്നിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ അയച്ചു തന്നിട്ടുണ്ടാവും. പല ആളുകളും ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിട്ടാണ് ഈ റീൽസിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അവരുടെ ഇഷ്ടങ്ങളും ഫീലിങ്സും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള റീൽസ് അയച്ചു തന്നുകൊണ്ടൊക്കെ ആയിരിക്കും. ഈ വീഡിയോസ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് നിങ്ങളിത് കാണുമ്പോൾ യെസ് ദിസ് മേക്സ് സെൻസ് എന്നൊക്കെ ആലോചിച്ചിട്ട് ഇനി അയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊക്കെയാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഹസ്ബൻഡ്സ് ഈ റീൽസ് കാണില്ല. കണ്ടു കഴിഞ്ഞാൽ തന്നെ പല ആളുകൾക്കും ഫീൽ ചെയ്യുന്നത് വളരെ നെഗറ്റീവായിട്ടാണ്. ഞാൻ മോശക്കാരനാണ്, അല്ലെങ്കിൽ ഒരു സൈലന്റ് ക്രിറ്റിക് ജഡ്ജ്മെൻ്റാണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ്, നെഗറ്റീവ് ഫീലിംഗ് ഹസ്ബൻഡ്സിന് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ചില ആളുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, എൻ്റെ വൈഫ് എപ്പോഴും എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസ് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടേയിരിക്കും, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഹസ്ബൻഡ്സ് ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള റീൽസൊക്കെ ഇങ്ങനെ ഹസ്ബൻഡ്സിന് അയച്ചു കൊടുക്കുന്നതിന് പകരം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ സംസാരിക്കുക, നമ്മുടെ ഫീലിങ്സ് നമ്മൾ കൺവേ ചെയ്യുക. അതവിടെ അയാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അയാളെ ജഡ്ജ് ചെയ്യുന്ന രീതിയിലോ ഒന്നും ആവാതിരുന്നാൽ മതി. റീൽസ് അയക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു സ്വഭാവത്തിലോ അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ബിഹേവിയറിലോ ഒന്നും